നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നത് തെർമോമെട്രിക് തെർമൽ മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് മെത്തേഡാണ് തെർമോമെട്രിക് ടൈട്രേഷൻസ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. തെർമോമെട്രിക് ടൈട്രേഷൻസ് ആർ ബേസ്ഡ് on the enthalpy change during a chemical reaction which takes place when a titration is carried out. You know, when a titration is carried out, there may be either there may be a redox reaction, there may be a combustion reaction, there may be a precipitation reaction, or there may be a neutralization reaction or any other reaction. All these reactions of course are followed by absorption or evolution of heat. And the absorption or evolution of heat may slightly change the temperature of the reaction because the heat is evolved or heat is absorbed during the reaction. ഇപ്പോൾ ഒരു ടൈട്രേഷൻ മിക്സറിൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴേ എന്തുണ്ടാവും? റിയാക്ഷൻ നടക്കുമെന്ന് ഉറപ്പാണ്. കാരണം എന്താണ്? ഒന്ന് ക്ലാസിക് ബേസ് ടൈട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഓക്സിഡേഷൻ റിഡക്ഷൻ ടൈട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും എന്താണ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സേഷൻ ടൈട്രേഷൻ ആയിരിക്കും. എന്തായാലും ഒരു കെമിക്കൽ റിയാക്ഷൻ ഓഫ് കോഴ്സ് നടക്കും. ആ റിയാക്ഷനോടനുബന്ധിച്ച് ഒരു എൻതാൽപി ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് മേ ബി ഐദർ എന്താണ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, or it may be either exothermic or endothermic. No problem, there will be either an evolution or absorption of heat. And this heat absorbed or heat evolved is either ആകുന്ന നഷ്ടമായിരിക്കാണ് ആ റിയാക്ഷൻ മിക്സ്ചറിനാണ്. അപ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? റിയാക്ഷൻ മിക്സ്ചർ ടെമ്പറേച്ചർ കൂടും. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ആസിഡ് ബേസിലൊക്കെ ടെമ്പറേച്ചർ ചെറുതായിട്ട് കൂടും. ഇത് absorb ചെയ്യുന്ന പറഞ്ഞാലോ അതിന്റെ ടെമ്പറേച്ചർ കുറയും. രണ്ടായാലും there will be a change in temperature. And if this change is followed very carefully, we can see that this change is there up to the end point, and beyond that there will be a difference. So if we plot the temperature of the reaction mixture against the volume of the titrant in a case where the titrant is added to the reaction mixture at a fixed rate or a predetermined rate. നമ്മൾ ഇഷ്ടം പോലെ കോരിക്കൂരി എടുക്കില്ല. ഒരു സെക്കൻഡിൽ ഒരു ഡ്രോപ്പ്, അല്ലെ ഒരു സെക്കൻഡിൽ അര ഡ്രോപ്പ്, അല്ലെ 10 സെക്കൻഡിൽ ഒരു ഡ്രോപ്പ്. നിങ്ങൾ ഓരോ ഡ്രോപ്പ് ഇങ്ങനെ കൃത്യമായിട്ട് വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലൊരു റിയാക്ഷൻ നടക്കും. എക്സോതെർമിക് ആണെന്ന് വിചാരിക്കുക, രണ്ടും ആവാം. എക്സോതെർമിക് ആണെങ്കിൽ എന്തുണ്ടാവും? ടെമ്പറേച്ചർ ലേശം കൂടും. ആദ്യത്തെ ഡ്രോപ്പ് വീഴുമ്പോഴേ ഇപ്പോൾ ബേസ് ആണെന്ന് വിചാരിച്ചോ, ആ ബേസിലുള്ള OH മൈനസും നമ്മളെ ടെസ്റ്റ് പ്യൂരിറ്റി നേടി ചെയ്ത H+ കൂടെ റിയാക്ട് ചെയ്ത് ഓക്കെ. ഈ റിയാക്ഷനോടനുബന്ധിച്ച് എന്തുണ്ടാവും? ഒരു ഹീറ്റ് evolution ഉണ്ടാവും. Because neutralization reactions are always exothermic reactions, we can say there will be an evolution of heat. വളരെ കുറച്ചേ ഉണ്ടാവും. You know, molar heat of neutralization of a strong acid and a strong molar എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഒരു മോൾ OH മൈനസും ഒരു മോൾ H+ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസും കൂടെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡെൽറ്റ H എന്ന് പറയുന്നത് എന്തിനാ നമുക്കറിയാം? ഡെൽറ്റ H is equal to -57.7 57 മതി കിലോ കാലറീസ് per mole. -57 കിലോ കാലറീസ് പെർ മോൾ. കുറച്ചേ ഉള്ളൂ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ ആസിഡ് 1 മോൾ ബേസ് റിയാക്ട് ചെയ്ത് 1 മോൾ വാട്ടർ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ. അതിൽ ഇത്രയും ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മിക്കവാറും 0.1 മോളാർ സൊല്യൂഷൻ ആയിരിക്കും. അതിൽ തന്നെ ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.1 മോളിന്റെ ശരിക്കും ഒന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ 0.1 മോളാർ ഒരു ലിറ്ററിൽ 0.1 മോൾസ് ചെയ്തു. ഒരു ഡ്രോപ്പിൽ എത്ര ഉണ്ടാവും? അതിന്റെ ഏകദേശം ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ലിറ്ററിന്റെ എത്ര ഉണ്ടെന്നാണ്? 10,000 കാരണം ഒരു 10 ഡ്രോപ്പ് ആകുമ്പോൾ 1 ml ആവും. അങ്ങനത്തെ 1000 ml ആയാലേ 1 ലിറ്റർ ആവും. എന്ന് പറഞ്ഞാൽ ഒരു 10,000-1 മോളെ ഉണ്ടാവും ഒരു ഡ്രോപ്പിൽ. അപ്പൊ ഇതിന്റെ 10,000 കൊണ്ട് എത്രയും കിലോ കാലറീസ് പുറത്തേക്ക് വരും. വളരെ വളരെ കുറവാണ്. പക്ഷേ ആ കുറഞ്ഞ സാധനം തന്നെ എന്തായാലും അത് ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യണം. എന്ത് സംഭവിക്കുക? ഈ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നത് ആരെ അബ്സോർവ് ചെയ്യും? ആ റിയാക്ഷൻ മിക്സർ അബ്സോർവ് ചെയ്യും. പ്രൊവൈഡഡ് there is no heat exchange with the reaction mixture and the സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് പോകാൻ നമ്മൾ തടുത്ത് നിർത്തുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. ഇതിൽ തെർമോമെട്രിക് ടൈട്രേഷൻ നമ്മൾ ടൈട്രേഷൻ carried out in a DVAR flask.
നമ്മുടെ ഫ്ലാസ്കില്ലേ നമ്മൾ ചൂട് ചായയൊക്കെ അതിന് തന്നെ കീപ്പ് ചെയ്യുന്നത് ചൂട് പുറത്തേക്ക് പോകുന്നില്ല, അതുകൊണ്ട് എന്താ ചൂട് പറഞ്ഞത് അതുപോലെ ഡീവാർ ഫ്ലാസ്കിൽ we say the titrations are carried out under adiabatic conditions in which there is no exchange of temperature between the reaction mixture and the surroundings. അതൊരു പോയിന്റാണ്. അപ്പോൾ തൽക്കാലം പറയാത്താണ്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഹീറ്റ് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ റിയാക്ഷൻ ഇവോൾവ് ചെയ്ത ഹീറ്റ് കംപ്ലീറ്റ് ആര് കിട്ടും? ഈ റിയാക്ഷൻ മിക്സറിന് കിട്ടും. റിയാക്ഷൻ മിക്സർ ഇങ്ങനെ പതുക്കെ ടെമ്പറേച്ചർ കൂടി വരും. And you have a very accurate method of determining the temperature which is capable of measuring up to say 0.001 degree. ഇത്രയും കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ we can see that as the addition of the titrant to the reaction mixture proceeds, the temperature slowly rises. വളരെ പതുക്കെ റൈസ് ചെയ്യും. ആ പതുക്കെ റൈസ് ചെയ്ത് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാത്തത് എന്താണ്? മൊത്തത്തിൽ ആ കൂടി ഒരു 0.01 ഡിഗ്രി ഒക്കെ മൊത്തത്തിൽ ഉണ്ടാവും. ആ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? പക്ഷേ എന്താണ് അത് കൃത്യമായി മെഷർ ചെയ്തൊരു സംവിധാനം ഉണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദിസ് ക്യാൻ ബി മെഷേർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പ്രത്യേക റേറ്റിൽ ആ ടൈട്രന്റ് ആഡ് ചെയ്യാം. അപ്പോൾ പ്രത്യേക റേറ്റിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. റാൻഡമായിട്ട് കൂടും. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഡ്രോപ്പോ അല്ലെങ്കിൽ 0.1 ഡ്രോപ്പോ 0.01 ഡ്രോപ്പോ ഓരോ സെക്കൻഡിൽ ഓരോ 10 സെക്കൻഡ് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ അതിനനുസരിച്ച് പതുക്കെ കൂടി വരും. ആൻഡ് ഇഫ് ദ അഡീഷൻ ഓഫ് ദി ടൈട്രന്റ് ഈസ് ലീനിയർ, നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ ആണെങ്കിൽ ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓൾസോ വിൽ ബി ലീനിയർ ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ ടെമ്പറേച്ചർ വിൽ ഗോ ഓൺ ഇൻക്രീസിങ്. And this increase will continue until the end point is reached or until all the hydroxide ion in that reaction mixture is used up. നമ്മൾ H+ ഇങ്ങനെ മേലെ നിന്ന് വീണോണ്ടിരിക്കുകയാണ്. OH- റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. എൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാലോ തീർന്ന്. പിന്നെ എന്താ ഉണ്ടാവുക? പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ആസിഡ് കൊണ്ട് വലിയ പ്രയോജനം എന്തായാലും നടക്കില്ല, റിയാക്ഷൻ ഒന്നും നടക്കില്ല. പക്ഷെ അപ്പോഴേക്ക് ടെമ്പറേച്ചർ ലേശം കൂടിയിട്ടുണ്ടാവും. നമ്മൾ ആഡ് ചെയ്യുന്ന സാധനത്തിന് ടെമ്പറേച്ചർ കുറവായിരിക്കും, റിയാക്ഷൻ ടെമ്പറേച്ചർ ലേശം കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും പിന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ ചെറുതായിട്ട് ഡിക്രീസ് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് ചേഞ്ച് ചെയ്യും. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റ് ആണ് എക്സാക്ട് ടൈട്രേഷന്റെ എൻഡ് പോയിന്റ്. തിയററ്റിക്കലി പ്രാക്ടിക്കൽ തിയറി ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ? So we can see that beyond the end point the temperature will not increase and there is a possibility of decreasing at least because of the dilution with as called നമ്മൾ ഇത് തുടങ്ങുമ്പോൾ രണ്ടിന്റെ ടെമ്പറേച്ചർ ഒന്നാക്കിയിട്ട് എടുക്കണം. ഏത്? ടൈട്രന്റ് ആൻഡ് ടൈട്രന്റ്. ഈ രണ്ട് വാക്ക് ശ്രദ്ധിക്കുക. ഈ രണ്ട് വാക്കുകളുണ്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകൾ. ടൈട്രന്റ് that is added from the burette, titrant that is present in the conical flask. മനസ്സിലായില്ലേ? conical flaskകളുടെ ബേസ് ആണ് നമ്മൾ ടൈട്രന്റ്. ആസിഡ് ആഡ് ചെയ്യുന്ന ആസിഡാണ് നമ്മളെ ടൈട്രന്റ്. എന്തായാലും ശരി, ഇത് രണ്ടിന്റെയും ടെമ്പറേച്ചർ എക്സാക്ട് ഈക്വലൈസ് ചെയ്യാതെ ഇക്വിലിബ്രേറ്റ് ചെയ്ത് ഒരേ കണ്ടീഷനിൽ ഒരേ ടെമ്പറേച്ചറിൽ രണ്ട് സാധനമാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമോ? പതുക്കെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. അങ്ങനെ മിക്സ് ചെയ്യുന്ന ഒന്നും ചേഡ് ചെയ്യില്ല, നമ്മൾ ഒറ്റടിക്കലേക്ക് ചേഡ് ചെയ്യില്ല. ഒരു ഡ്രോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ പ്രത്യേക റേറ്റിൽ ലീനിയർ റേറ്റിലേക്ക് ഇങ്ങനെ പതുക്കെ അതിന്റെ മെക്കാനിസം ഉണ്ടാവും. നമ്മൾ കൈ കൊണ്ട് ആഡ് ചെയ്യുന്നില്ല, മെക്കാനൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഒരു പ്രത്യേക റേറ്റിൽ ഓരോ മിനിറ്റിൽ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ടൈട്രന്റിന്റെ വോളിയം ഫിക്സഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റിലും ഇൻക്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഫിക്സഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ലീനിയർ റൈസ് കിട്ടുന്നത്. അല്ല നമ്മൾ ഒരു കുറച്ച് ആഡ് ചെയ്ത് ഇപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് കൂടി വല്ല കുറച്ച് അടുത്ത ആഡ് ചെയ്തു ടെമ്പറേച്ചർ പിന്നെയും കൂടി കുറച്ച് പിന്നെ ഇങ്ങനെ പോവാം. അതല്ല, നമ്മൾ ഒരേ റേറ്റിൽ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ റേറ്റിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. And finally at the end point when the reaction is over, beyond the end point the added acid from the burette will not cause any change in temperature. May cause because of dilution factors ഒക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് ഒരു എഫക്റ്റ് ഉണ്ടാവുമെങ്കിലും നേരത്തെ പോലെ വലിയ എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ സ്ലോപ്പ് മാറും. ഈ രണ്ട് സ്ട്രെയിറ്റുകളോട് കൂടി യോജിക്കുന്ന പോയിന്റ് ആണ് ടൈട്രേഷന്റെ എൻഡ് പോയിന്റ്. ഇതാണ് നമ്മൾ തെർമോമെട്രിക് ടൈട്രേഷന്റെ പ്രിൻസിപ്പിൾ. ആൻഡ് ഇഫ് ദ അതർ തിങ് ഇസ് ദാറ്റ് സപ്പോസ് ദ റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്, then what happens? അപ്പോൾ നേരെ തിരിച്ചാണ്. എൻഡോതെർമിക് അങ്ങനെ എന്തായിരിക്കും സ്ഥിതി? ടെമ്പറേച്ചർ ടൈട്രേഷൻ അനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. യെസ്, എൻഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ യു കൻ സീ ദാറ്റ് യെസ് there is a change in slope of the line. അവിടെ എൻഡ് പോയിന്റ്
ഇത് എൻഡോതെർമിക് റിയാക്ഷൻ, ഇത് എക്സോതെർമിക് റിയാക്ഷൻ. മനസ്സിലുണ്ടല്ലോ. So if in an exothermic reaction, the temperature of the reaction mixture goes on increasing as the titrant is added from the burette to the reaction mixture, and in endothermic reaction it goes on decreasing. And if the temperature is plotted continuously as a function of the volume of the titrant, a break will be there in the titrant. This is called a titration curve. A break will be there, and the break represents the exact end point of the reaction. ഇത് നമ്മുടെ ആസിഡ് ബേസ് ടൈട്രേഷൻ ആയാലും റിഡോക്സ് ടൈട്രേഷൻ ആയാലും കോംപ്രസേഷൻ ടൈട്രേഷൻ ആയാലും പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ ആയാലും എല്ലാത്തിനും ഇത് ബാധകമാണ്. കാരണം എല്ലാത്തിനും ഒരു റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ നടക്കുമ്പോൾ അത് എന്തായിരിക്കും, ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവും. എൻതാൽപ്പി എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം നല്ലതാണ്, എത്രത്തോളം എഫക്റ്റീവായിട്ട് ടൈട്രേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്ന കാര്യം. മനസ്സിലാകുന്നില്ല. ഇനി ഇതെങ്ങനെ ചെയ്യാൻ നമ്മൾ സാറിന് കോണിക്ലാസുകൾ ചെയ്താലൊന്നും കിട്ടില്ല. കാരണം എന്താണ്, മൊത്തം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ എൻപോയിന്റ് എത്തും ചിലപ്പോൾ ഒരു 0.01 ഡിഗ്രിയോ 0.2 ഡിഗ്രിയോ ഒക്കെ ഉണ്ടാവും, കുറച്ചേ ഉണ്ടാവും. അപ്പോൾ അതിനേക്കാളും വളരെ കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസ് വേണം. അതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ലേ. പിന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്നത് അണ്ടർ അഡിയബാറ്റിക് കണ്ടീഷൻസ് ഇൻ വിച്ച് there is no exchange of heat energy with the reaction mixture and the surroundings. That's very important. കാരണം എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ഒത്തിരി മെഷർ, കാരണം ആദ്യം കുറച്ച് ഹീറ്റ് ഉള്ളൂ, അതുകൊണ്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ഒട്ടും ഹീറ്റിനെ പുറത്ത് കളയാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ ടൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മുടെ തെർമോമെട്രിക് ടൈട്രേഷന്റെ വിജയിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ അപ്പാരന്റ് അല്ലെങ്കിൽ സംവിധാനം നോക്കാം. സെറ്റപ്പ്, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, the reaction or the titration is to be carried out in a thermally isolated vessel. കാരണം ഇതിൽ ഒരു ഡിവാർ ഫ്ലാസ്ക് വേണ്ട സംവിധാനത്തിൽ വാക്വം ഫ്ലാസ്ക് നമുക്കറിയാം. Titration here. This is a DeWar flask or say vacuum flask. That's what we do. So that there is no exchange of heat with the surroundings. ഇതില് നമ്മുടെ ടൈട്രന്റ്, ഇവിടെ ആസിഡ് ബേസ് ആണെങ്കിൽ നമ്മുടെ ബേസ്. Okay. And the acid is added not manually but with a motor driven microburette. മൈക്രോബിയൂറേറ്റ് എന്താ പറയും, സിറിഞ്ച് ബ്യൂററ്റ് എന്ന് പറയും. സിറിഞ്ച് പോലെയുള്ള ഒരു സംവിധാനമാണ് അത്. എങ്ങനെയാണ്, കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യില്ല, മോട്ടോർ പ്രത്യേക റേറ്റിൽ ഇങ്ങനെ പതുക്കെ കറങ്ങും. അതിനനുസരിച്ച് സൊല്യൂഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത് വെച്ചാൽ ഒരേ സ്പീഡ്, ഒരേ സെയിം ക്വാണ്ടിറ്റി ഓഫ് ദി ടൈട്രന്റ് ഫാൾസ് ഇൻ ടു ദി റിയാക്ഷൻ മിക്സ്ചർ ഇൻ യൂണിറ്റ് ടൈമില് ഒരേ ക്വാണ്ടിറ്റി. ഒരു മിനിറ്റില് 0.1 ml ആണെങ്കിൽ അത് അടുത്ത മിനിറ്റിൽ 0.1 ml, അപ്പുറത്തെ മിനിറ്റിൽ 0.1, അല്ലെങ്കിൽ ഒരു സെക്കൻഡിലോ എന്തെങ്കിലും 10 സെക്കൻഡിലോ അത് കൃത്യമായിട്ട് യാതൊരു വ്യത്യാസം ഉണ്ട്. അതിനാണ് ഉപയോഗിക്കുന്നത് മോട്ടോർ ഡ്രിവൺ സിറിഞ്ച് ബ്യൂററ്റ്. അപ്പോഴേ നമ്മുടെ ടൈട്രന്റ് ആസിഡാണ്, അത് ഒരു റിസർവറിൽ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഒരു മോട്ടോർ ഉണ്ട്, ഈ മോട്ടോർ ഡ്രിവൺ ബ്യൂററ്റ്. അത് ഇവിടെ വാൾവൊക്കെ ഉണ്ട്, അത് കൃത്യമായിട്ട് ഇതിൽ കൂടി വന്നിട്ട് ഓക്കെ. ടൈട്രന്റ് സാറിന് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഇളക്കലാണ്. ഇത് തീരെ ഇളക്കാൻ പറ്റില്ല. അതിലെന്തുണ്ടാവും, അതിന് ഒരു മെക്കാനിക്കൽ സ്റ്റെറർ ഉണ്ടാവും. ഓരോ മാഗ്നറ്റിക് സ്റ്റെറർ, വട്ടം പതുക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് സ്റ്റെറർ, അങ്ങനെ അടിക്കുന്ന മാഗ്നറ്റിക് കണ്ടിരുന്ന മാഗ്നറ്റിക് സ്റ്റെറോ ഒരു സ്റ്റെറർ ഉണ്ടാവും. ആ സ്റ്റെറർ പ്രത്യേക സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അതിലേക്കാണ് കൃത്യമായിട്ട് ഒരു പ്രത്യേക ഒരു ഫിക്സഡ് റേറ്റിൽ സൊല്യൂഷനിൽ ഇങ്ങനെ വണ്ണ് പതിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഉണ്ടാകുന്ന വേറൊരു സംവിധാനം, ടെമ്പറേച്ചർ മെഷർ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് എ ടെമ്പറേച്ചർ പ്രോബ്. അതെന്താണെന്ന് പ്രത്യേകം മനസ്സിലാവും. അതല്ലോ ടെമ്പറേച്ചർ സെൻസർ ഓർ പ്രോബ്, വാട്ടെവർ ഇറ്റ് മീൻസ്. ഇതെല്ലാം കൂടി അടച്ചു കൂട്ടി ഭദ്രമായിട്ട് അങ്ങനെ
ചെറിയ ഉണ്ടാവും. ഇതൊക്കെ ഫിക്സഡ് ആയിരിക്കും, ഫിക്സഡ് ആണെന്ന് മാറില്ല. ഇങ്ങനെയാണ് ഏകദേശം ഇതാണ് സംവിധാനം. This is a tight range, this is a tight range. ആസിഡ് ബേസ് ആണെന്നല്ല ഇവിടെ ആസിഡ് ബേസ് എടുക്കുന്നത്, മനസ്സിലായില്ലേ? മാത്രമല്ല സാധാരണഗതിയിൽ ഇതിന്റെ കോൺസെൻട്രേഷനേക്കാൾ കുറച്ച് കൂടുതൽ ഇതെടുക്കും. In order to minimize dilute temperature difference due to dilution factors. Dilution factor കൊണ്ട് ടെമ്പറേച്ചർ കുറയുന്നത് ഹീറ്റ് ഓഫ് ഡയലൂഷൻ ഒക്കെ പഠിക്കുന്നുണ്ടാവും. അതിനെ കുറക്കാൻ വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ ബേസ് ഇപ്പോൾ 1 നോർമൽ എങ്കിൽ ഇത് 10 നോർമൽ, അല്ലെങ്കിൽ ബേസ് ഇപ്പോൾ 0.1 നോർമൽ ഇത് 1 നോർമൽ ഒക്കെ എടുക്കും. അപ്പോൾ ഇത് 20 ml ഉണ്ടെങ്കിൽ അത് 0.2 ml വേണ്ടി വരും. അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സംവിധാനമായിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? The titrant is added using a motor driven microburette at a fixed rate. That means equal quantities of the titrant is mixed with the into the reaction mixer in unit time. ഒരു സെക്കൻഡിൽ 1 ഡ്രോപ്പ്, 10 സെക്കൻഡിൽ 10 ഡ്രോപ്പ്, 100 സെക്കൻഡിൽ 100, യാതൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ ഇതിലേക്ക് വീണുകൊണ്ടിരിക്കും. വീഴുമ്പോൾ തന്നെ അതിങ്ങനെ സ്ഥിരമായിട്ട് ഇളകിക്കൊണ്ടിരിക്കും, മെക്കാനിക്കലി സ്റ്റെർഡാണ്, മനസ്സിലായില്ലേ? ഇത് കംപ്ലീറ്റ് ഒരു വാക്വം വേറെ ഇപ്പുറത്ത് വേറൊരു സംവിധാനം ഉണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സംവിധാനം ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഫോർ എ തെർമോമെട്രിക് ടൈട്രേഷൻ. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ എത്ര പോസിറ്റീവ് എന്നല്ല, കമ്പാരിറ്റീവ് ചീപ്പ്. നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ പോലോ അല്ല കണ്ടക്ടോമീറ്റർ ഇതിനേക്കാളൊക്കെ എത്രയോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതൊക്കെ പിന്നെ കാണാം നമുക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമുള്ളത് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ സെൻസർ സാറിന് ഇറ്റ് ഈസ് എ തെർമിസ്റ്റർ. അതൊരു പ്രോബാണ്. നമ്മുടെ ഇതിൽ ഒരു വയർ ഇവിടുന്ന് കൊടുത്തിട്ട് ഇങ്ങനത്തെ സ്ഥലം നമ്മുടെ പേച്ചിന്റെ ഇലക്ട്രോഡ് പോലത്തെ സംവിധാനം. ഇലക്ട്രോഡ് പോലെ കോംപ്ലിക്കേറ്റ്, വളരെ സിമ്പിൾ ആണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ 2 ടെർമിനലുകൾക്കിടയിൽ ഒരു റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇത് ആൻഡ് ദിസ് ഫോംസ് ഇതിനടുത്ത് കണക്ട് ചെയ്യുക, അത് കണക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് ദി തെർമിസ്റ്റർ. തെർമിസ്റ്ററിന്റെ പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദി ഓർ ദി ചേഞ്ച് ഇൻ ദി റെസിസ്റ്റൻസ് ഓഫ് എ വയർ വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറുന്ന പ്രിൻസിപ്പിൾ ഇതിനാണ് ഈ തെർമിസ്റ്റർ. ആൻഡ് ദിസ് തെർമിസ്റ്റർ ഫോംസ് ദ ആം ഓഫ് എ വീസ്റ്റൺസ് ബ്രിഡ്ജ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ വീസ്റ്റൺസ് ബ്രിഡ്ജ് പഠിച്ചു ഓർമ്മയുണ്ടോ? Then when 4 resistances are connected like this, 1 2 3 4 റെസിസ്റ്റൻസുകൾ ഇതാ R1 R2 R3 R4 are connected like this, and if these 2 junctions are connected to current source and there is a നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സ് പഠിച്ച ഓർമ്മ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറയുന്നത് ഗാൽവനോമീറ്റർ. And we can see that when the bridge is said to be balanced, വെച്ചപ്പോൾ ബാലൻസ്ഡ് ആവുക R1 by R2 is equal to R3 by R4 or R1 by R3 is equal to R2 by എന്താ കുഴപ്പമില്ല, R1 by R2 is equal to R3 by R4 ആവുമ്പോൾ there is no current flowing in this circuit. ഗാൽവനോമീറ്റർ റീഡിങ് നൾ ഡിഫ്ലക്ഷൻ കാണിക്കും. ഈ ബാലൻസിങ്ങിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒന്ന് മാറിയാൽ R1 R2 R3 R4 മാറുമ്പോൾ അത് ഈ R1 R2 R3 R4 ഏതുപോലെ എല്ലാം തുല്യമല്ല. R1 by R2 is equal to R3 by R4 or R1 by R3 is equal to R2. ഇതിന്റെ റേഷ്യോ ഒന്നായി വരുമ്പോൾ ഈ സർക്യൂട്ടിൽ ഈ നടുക്ക സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഗാൽവനോമീറ്റർ 0 അല്ലെങ്കിൽ നൾ ഡിഫ്ലക്ഷൻ കാണിക്കും. ഫിസിക്സ് പഠിച്ച ഓർമ്മയുണ്ടോ? ഉണ്ടാവണം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തുണ്ടാവും, ഇതിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പം ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ആ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഈ റെസിസ്റ്റൻസ് വരുന്ന വ്യത്യാസമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ നമ്മൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു സർക്യൂട്ടിൽ ഒരു വേക്കൻസി ഇവിടെയാണ് നമ്മളെ ഈ സാധനം കണക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം ഈ തെർമിസ്റ്റർ ഫോംസ് വൺ ഓഫ് ദി ആംസ്, അങ്ങനെ പറയാം, വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ ആം എന്ന് പറയാം, ഒരു ആമായിട്ട് വർക്ക് ചെയ്യും. അപ്പോഴവിടെ ഇത് ബാലൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ ഈ സർക്യൂട്ട് കറണ്ട് ഫ്ലോ EMF ഉണ്ടാവില്ല. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദെയർ ഈസ് എനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇവിടെ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും. ഒരു റെസിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ ഉടനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അതിനെ മാഗ്നിഫൈ ആയിട്ടാണ് ടെമ്പറേച്ചർ ആയിട്ട് റീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ EMF ഡയറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്തുണ്ടാവും, സീൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടിയോ കുറഞ്ഞോ വരും. ഓക്കെ, കൂടി വരും.
അത് എവിടെ വരെ പോകും? യെസ്, എൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചറിൽ മാറ്റം വരുള്ളൂ. വരുന്ന മാറ്റം വ്യത്യസ്തമായിരിക്കും, അപ്പോഴേ മാറും. മനസ്സിലായില്ലേ? ഇപ്പൊ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന തെർമിസ്റ്റർ എന്ന് പറഞ്ഞ സർക്യൂട്ട്. തെർമിസ്റ്റർ ഈസ് സിംപ്ലി എ സിമ്പിൾ റെസിസ്റ്റൻസ് which is highly sensitive to change in temperature. The resistance changes with the temperature and a minute change in temperature. നമ്മൾ സാധാരണ തെർമോമീറ്റർ ഒക്കെ വെച്ചിട്ട് ഒരിക്കലും ഇത്രയും കൃത്യമായി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന വളരെ മൈക്രോ വോൾട്ടോ എന്താ വളരെ വളരെ കുറഞ്ഞ ഇത് EMF നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിഫൈ ചെയ്യാം അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യാം. അതുകൊണ്ട് അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ചേഞ്ച് പോലും അവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒരു തെർമോമീറ്റർ നമ്മൾ എത്ര കൃത്യമായി ചെയ്താലും ഒരു 0.1 ഡിഗ്രി മാക്സിമം 0.01 ഡിഗ്രി അതിലപ്പുറം 0.1 ഡിഗ്രി ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ വല്ല പ്രത്യേക തെർമോമീറ്റർ ഉപയോഗിക്കണം. മനസ്സിലായില്ലേ? അതിനേക്കാളും കൃത്യമായിട്ട് മെഷർ ചെയ്യാനാണ് ഈ പറഞ്ഞ സംവിധാനം ഉപയോഗിക്കുന്നത്. ഈ തെർമോമെട്രിക് ടൈട്രേഷന്റെ വിജയം എവിടെയായിരിക്കുന്നത്? കറക്റ്റ് സെൻസിങ് ഓഫ് ദി ടെമ്പറേച്ചർ, ബിക്കോസ് there is only slight increase or decrease in temperature that should be accurately determined. അതിനെ പറ്റിയതാണ് ഈ തെർമിസ്റ്റർ എന്നുള്ള സംവിധാനം. തെർമിസ്റ്റർ സർക്യൂട്ട് ടെമ്പറേച്ചർ പ്രോബ്ലം സാറിന് നമുക്കൊരു ഈ ഇൻസ്ട്രുമെന്റ് ഒക്കെ റെഡി ആയിട്ട് ഒരു ഇലക്ട്രോഡ് പോലെ ഇതിന്റെ ഗുണം വെച്ചാൽ ഏതിലൂടെ ആസിഡ് ബേസിലൂടെ റെഡോക്സ് റിയാക്ഷനിലൂടെ. കാരണം എന്താണ്? ടെമ്പറേച്ചർ ചേഞ്ച് മാത്രമാണ് സെൻസ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഡിക്കേറ്റർ പോലെ ഒന്ന് പോലെ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ പോലെ കണ്ടക്ടോമീറ്റർ പോലെ ഒന്നുമല്ല. ഇതേ പ്രോബ്ലം നമുക്ക് എല്ലാ ടൈപ്പ് ടൈട്രേഷനിലും ഉപയോഗിക്കാം. ബിക്കോസ് ഇൻ ഓൾ കേസസ് വി ആർ ഡീലിംഗ് വിത്ത് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. വി ആർ സിംപ്ലി ലുക്കിംഗ് ഇൻ ടു എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ആ സാധനം എടുക്കുക, ഈ സാധനം ഇടുന്നു. ബാക്കി ഭാഗം രണ്ട് ഇൻസ്ട്രുമെന്റ് മറ്റേ ഭാഗത്തുണ്ടാവും, അത് റെഡി ചെയ്ത് നമുക്ക് കൊടുത്തോളും. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ഹൗ ദ ടെർമോമെട്രിക് ടൈട്രേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ എ DVAR ഫ്ലാസ്ക്. ഇപ്പോൾ പ്രധാന ഭാഗങ്ങൾ DVAR ഫ്ലാസ്ക്, അതിൽ നമ്മൾ ടൈട്രന്റ് എടുക്കുന്നു. പിന്നെ എന്താണ്? ഒരു മോട്ടോർ ഡ്രിവൺ മൈക്രോ ബ്യൂററ്റ് ഓർ സിറിഞ്ച് ബ്യൂററ്റ് വിച്ച് accurately delivers equal quantities of the titrant at a particular rate. Equal quantity of titrant in unit time. അത് ഓൺ ചെയ്ത് വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മളാരും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺ ചെയ്ത് വെച്ചാൽ മോട്ടർ കറങ്ങുന്ന സ്പീഡ് അനുസരിച്ച് ചെറുതായിട്ട് ഡ്രോപ്പായിട്ട് ഇതിലേക്ക് പോകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ സ്റ്റെറർ, മെക്കാനിക്കൽ സ്റ്റെറാണ്. ഒരു മാഗ്നറ്റിക് സ്റ്റെറർ ഈസ് ദർ വിച്ച് സ്റ്റേഴ്സ് ദ സൊല്യൂഷൻ അറ്റ് അതൊക്കെ ഫിക്സഡ് റേറ്റ് ആയിരിക്കണം. ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് മെഷർഡ് യൂസിങ് എ തെർമിസ്റ്റർ സർക്യൂട്ട്. ആൻഡ് ദ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് വരുന്ന റെസിസ്റ്റൻസിൽ വരുന്ന വ്യത്യാസമാണ്. അത് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടക്ടിവിറ്റി ഇവിടെ കൂടി പോകുന്ന കറണ്ടിന്റെ മാത്രമാണ് മെഷർ ചെയ്യേണ്ടി വരിക. ടെമ്പറേച്ചറായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും, എന്നനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സോ ദാറ്റ് യു ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് ദി റീഡിംഗ് ഫ്രം ഈ ഇൻസ്ട്രുമെന്റിന്റെ കൂടെ ഈ പറഞ്ഞ സംവിധാനം കൂടി വേണ്ടു. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പതിവ് സൊല്യൂഷനിലേക്ക് പോകൊണ്ടിരിക്കും, ഇത് കറങ്ങിക്കൊണ്ടിരിക്കും, ടൈട്രേഷൻ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും, ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ റെക്കോർഡിൽ ഒരു പെൻ്റെ റെക്കോർഡിലാണെങ്കിൽ അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും. എനിക്ക് ചെയ്തിട്ട് ഈ ഭാഗം നമ്മൾ അങ്ങോട്ട് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുക, ഈ ഭാഗം ഇങ്ങോട്ട് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുക. എവിടെ കൂട്ടിമുട്ടുന്നോ അവിടെ എന്തായിരിക്കും? എൻ പോയിന്റ് ആയിരിക്കും. തിയററ്റിക്കലി നമ്മളിങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഇങ്ങനെ പോകുന്നു പറഞ്ഞാൽ പ്രാക്ടിക്കലി മിക്കവാറും ഇങ്ങനെ ഉണ്ടാവാം, ഇങ്ങനെ ഉണ്ടാവാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഭാഗം എന്തായാലും ഇവിടെ ഉണ്ടാവും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഭാഗം ഇങ്ങോട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കൃത്യമായിട്ട് എൻ പോയിന്റ് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായി? ദാറ്റ് ഈസ് എ തെർമോമെട്രിക് ടൈട്രേഷൻ. അതിൻ്റെ സംവിധാനം എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത്തിരി ബുദ്ധിമുട്ട് ഇതിനെ ചെയ്യുന്നത് ഇവിടെ എന്തൊക്കെ മെത്തേഡ് ഉണ്ട്? പലപ്പോഴും ഇത് ഒന്നാമത്തെ കാര്യം, ഇത് വളരെ സിമ്പിളാണ്. അതിൻ്റെ ടൈം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, വളരെ ചെറിയ സമയം എടുക്കുന്നുള്ളൂ. മാത്രമല്ല നമുക്ക് പലപ്പോഴും സാധിക്കാത്ത ടൈട്രേഷൻസ്, അതായത് കൺവെൻഷണൽ മെത്തേഡായ നമ്മളെ മെത്തേഡ് എപ്പോഴും എന്താണ്? ഇൻഡിക്കേറ്റർ മെത്തേഡാണ്. ഇൻഡിക്കേറ്റർ മെത്തേഡിൽ ചെയ്യുമ്പോൾ അതിനെ പറ്റി ഇൻഡിക്കേറ്റർ വേണം, അല്ലേ? എല്ലാത്തിനും പറ്റി ഇൻഡിക്കേറ്റർ വേണം. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. പക്ഷെ പറ്റാത്ത വീക്ക് ആസിഡ് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ ബോറിക് ആസിഡ് ആസിഡ് നമുക്ക് ഒരിക്കലും ടൈട്രേറ്റ് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ട് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാൽ. വേറെ മെത്തേഡൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് മെത്തേഡ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ബോറിക് ആസിഡ് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഏത്? തെർമോമെട്രിക് ടൈട്രേഷൻ. വളരെ മനസ്സിലായി നിങ്ങൾക്ക്? അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ് പലപ്പോഴും പോസിബിൾ അല്ലാത്തതും പറ്റിയ ഇൻഡിക്കേറ്റർ ഇല്ലാത്തതുമായ ഒരുപാട് ടൈട്രേഷൻസ് നമുക്ക്. കാരണം ഏത് ഇൻഡിക്കേറ്ററുടെ ആവശ്യം ഇവിടെ ആ ഇൻഡിക്കേറ്റർ പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. അത് മാറിയിരിക്കും. കാരണം എന്താണ്? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ടൈട്രേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷനിൽ എന്തായാലും എന്തുണ്ടാവും? എന്തെങ്കിലും ഒരു ഇൻക്രീസോ എബ്സോർപ്ഷനോ എവല്യൂഷനോ ഹീറ്റ് ഉണ്ടാവും. അതാണ് അവിടെ നമ്മൾ നോക്കുന്നത്. എവല്യൂഷൻ ഓഫ് ഹീറ്റ് ആകുമ്പോൾ ടെമ്പറേച്ചർ പതുക്കെ കൂടി വരും. അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ പതുക്കെ കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുന്ന കൂടി വരുന്ന എത്ര വരെ പോകുന്നുണ്ട്, അതാണ് അതിൻ്റെ എൻ പോയിന്റ് എന്നുള്ള അതിൻ്റെ പറഞ്ഞ് മനസ്സിലാണല്ലേ പ്രിൻസിപ്പിൾ. ക്ലിയർ? ആൻഡ് യു ക്യാൻ സീ ദിസ് ഈസ് അപ്ലൈഡ് ടു normal titrations, acid based titrations, HCl energy titrationo
അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് HCl ടൈട്രേഷനോ അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് എൻജൈം ടൈട്രേഷനോ പോലെയുള്ള സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ഒക്കെ നല്ലത്. And you can titrate boric acid against sodium hydroxide. Boric acid sodium hydroxide titrate ചെയ്ത് കഴിഞ്ഞാൽ you can see that ടൈട്രേഷൻ കർവൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടാവും. pH will go on ഇങ്ങനെ വന്നിട്ട് സംഭവം പഠിച്ചിട്ടില്ല. ഇങ്ങനെ കുറച്ചുകൂടി pH curve. Yes. A sudden jump in pH is there. ബേസിലേക്ക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ pH കുറഞ്ഞ് വന്ന് എൻ പോയിന്റ് ഒന്ന് ഒരൊറ്റ ചാട്ടായിരുന്നു മണിക്കൂറുണ്ടല്ലോ. ആൻഡ് ഈ പോർഷനിൽ കളർ ചേഞ്ച് കാണിക്കുന്ന കെമിക്കൽസ് ഫിനോക്സൈഡ് ഓരോ റേഞ്ചിൽ നമുക്ക് പഠിച്ച ഓർമ്മ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ പറഞ്ഞ പോലത്തെ ചേഞ്ച് ബോറിക് ആസിഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇത് അങ്ങനെയാണ് കേട്ടോ. എവിടെയും ഒരു ബ്രേക്ക് ഉണ്ടാവില്ല ടൈട്രേഷൻ കർവിൽ. ദാറ്റ് മീൻസ് വി കനോട്ട് യൂസ് എ ഇൻഡിക്കേറ്റർ ഫോർ ടൈട്രേറ്റിംഗ് ബോറിക് ആസിഡ്. It is so weak an acid that it cannot be titrated with even a strong base like NaOH. പക്ഷേ ബോറിക് ആസിഡ് നമുക്ക് എന്ത് ചെയ്യാം? thermometric titration ചെയ്യാം. കാരണം thermometric titration when boric acid reacts with NaOH there will be an evolution of heat. കാരണം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, if the reaction is between a strong acid and a strong base, the molar enthalpy of neutralization is around -57 kilocalories per mole. -57 ആണ്. എപ്പോഴും ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ മോളർ 1 mole വാട്ടർ ഫോം ചെയ്യും അല്ലേ. 1 mole water is formed from a 1 mole of base and 1 mole of acid. We can see that this much is the enthalpy change. അത് വീക്ക് ആസിഡോ വീക്ക് ബേസ് എന്തെങ്കിലും ആവുമ്പോൾ ആസിഡോ ബേസ് എന്തെങ്കിലും വീക്ക് ആകുമ്പോൾ ഈ വാല്യൂ കുറവായിരിക്കും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അസറ്റിക് ആസിഡ് എന്നെ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ -57 ഒന്നും ഉണ്ടാവില്ല. HCl എന്നെ വെച്ചിൽ -57 ഉണ്ടെങ്കിൽ അസറ്റിക് ആസിഡ് എന്നെ വെച്ചിലത് -57 -45 -48 ഒക്കെ ഉണ്ടാവും, കുറവായിരിക്കും. കാരണം എന്താണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ആ അസറ്റിക് ആസിഡ് ഫുള്ളി അയണൈസ്ഡ് അല്ല, വീക്ക് ആസിഡ് ആണ്. അപ്പോൾ അതിന് അയണൈസ് ചെയ്യിക്കാൻ വേണ്ടി കുറച്ച് എനർജി ഉപയോഗിക്കും. അപ്പോൾ അത്രയും എനർജി ഇതിൽ ഉപയോഗിച്ച് വന്നതുകൊണ്ട് പുറത്ത് വരുന്ന എനർജി അതിനേക്കാളും കുറവായിരിക്കും. ആസിഡോ ബേസോ വീക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുറവായിരിക്കും, എന്നാലും ഉണ്ടായിരിക്കും. ഇത് enthalpy of neutralization is there and that will be negative, no doubt. acid base reaction അതായത് is a exothermic reaction. ഇപ്പോൾ ബോറിക് ആസിഡിന്റെ കേസിലും അത് -57 അതിനേക്കാളത്തിന് കുറവാണെങ്കിലും അതവിടെ ഉണ്ടാവും. സോ ദാറ്റ് yes, if you titrate it thermometrically you will have an endpoint like this. ബോറിക് ആസിഡ് ചെയ്തതിന് മിക്കവാറും കിട്ടുന്ന endpoint ഇങ്ങനെ കിട്ടും, കുറച്ചുകൂടി വൃത്തിക്ക് കിട്ടും പലപ്പോഴും. അത് സംശയമില്ല, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ബോറിക് ആസിഡ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ടൈട്രേഷൻ ചെയ്യാം. acid base titration, redox titrations, oxidation reduction reactions, just like the titration of say ferrous iron against KMnO4 or oxalic acid against KMnO4 or ferrous iron against dichromate. All these titrations can be carried out thermometrically. No need of looking for an indicator. Indicator in anthralic acid വേണോ അല്ലെങ്കിൽ മറ്റേ വേണോ ഫിനോക്സൈലിൻ വേണോ അല്ലെങ്കിൽ ഇരിക്രോം ലാക്റ്റീവ് വേണോ ഒന്നും നോക്കണ്ട. ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമേ ഇല്ല. എല്ലാത്തിനും ഒരേ സംഭവം, ഒരേ പാത്രത്തിൽ ഒരേ പ്രോബ് ടെമ്പറേച്ചർ പ്രോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ ചേഞ്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എൻക്വയറി ഉണ്ട്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ വേറെ എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പം കാൽഷ്യം magnesium, നമുക്ക് EDT വെച്ച് നമ്മൾ ടൈട്രേറ്റ് രണ്ട് സാധനമാണ്, കാൽസ്യം മെഗ്നീഷ്യം. ഈ സീൻ ദാറ്റ് കാൽസ്യം റിയാക്ഷൻ, കാൽസ്യം is exothermic. calcium EDTA titration is exothermic and magnesium EDTA